ഗുഡ് മോർണിംഗ് എവരിബഡി. നമുക്ക് ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, മലബാർ ഇന്റർനാഷണൽ സ്കൂളിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ തൂവൽ കൂടി ഇന്നിവിടെ തുന്നിച്ചേർക്കാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ കലാലയത്തിന് കേരളത്തിലെ അറിയപ്പെടുന്ന ഡോപ്പ ഇന്റർനാഷണൽ കോച്ചിംഗ് സെന്ററിന്റെ മലബാറുമായുള്ള കൈകോർക്കലിന്റെ ഉദ്ഘാടന കർമ്മം ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്യാമ്പസിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആദ്യത്തെ ലാബ് തന്നെ പരിപൂർണ സജ്ജീകരണത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിന്റെ ശില്പി കൂടിയായ ഉമർ അബ്ദുസ്സലാം നിർവഹിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വർഷത്തെ ആനുവൽ ഡേ ഇന്ന് മുതൽ 4 ദിവസങ്ങളിൽ നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥിനികൾക്ക് അവരുടെ കലാവിരുന്നുകൾ ആസ്വദിക്കുന്നതിനും ഉള്ള അവസരങ്ങളാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 പരിപാടികളാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഡോപ്പയെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഡോപ്പ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരാണ്. അവരുടെ പരസ്യം തന്നെ അങ്ങനെയാണ്. ഞാൻ ഡോക്ടറാകും, കാരണം എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ കോച്ച് ഡോക്ടറാണെന്ന്. അപ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാരായ ഡോക്ടർമാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരേ ബാച്ചിൽപ്പെട്ട വളരെ യുവത്വമുള്ള നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. ഏതൊരു സ്ഥാപനം തുടങ്ങുമ്പോഴും ആ മേഖലയിലുള്ള ആളുകൾക്ക് അതിലേറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ കഴിയും. അതിൻ്റെ മർമ്മം മുഴുവൻ അവർ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം കെട്ടിപ്പടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറഞ്ഞ കാലത്തിൽ മാത്രം അവർക്ക് വലിയ അത്ഭുതകരമായ റിസൾട്ടുകൾ ഉണ്ടാക്കിത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ മലബാർ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ സിയാസ് അഹമ്മദ് സാർ പറഞ്ഞു കഴിഞ്ഞു. ഡ്രീം ദം മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഡ്രീം ദം പരിപാടി നമ്മുടെ ക്യാമ്പസിലാണ് ആദ്യമായി ആരംഭിച്ചത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ഏറ്റവും പ്രഗത്ഭരായ ഫാക്കൽറ്റികളെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ ക്ലാസ് ആരംഭിക്കുകയും അതിൻ്റെ ടെസ്റ്റ് അവിടെ പരീക്ഷ നടത്തിയപ്പോൾ ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ആദ്യത്തെ റാങ്കിൽ 10 റാങ്കിൻ്റെ ഉള്ളിൽ 3 വിദ്യാർത്ഥികൾ മലബാർ ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഈ സ്കൂളിന്റെ വളരെ അഭിമാനകരമായ ഒരു വിജയമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നേതൃത്വം നൽകിയ ഫാസിൽ ഉദവി അടക്കമുള്ളവരെയും അതിന് വിജയികളായ വിദ്യാർത്ഥികളെയും പ്രത്യേകമായി മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അവർക്കുള്ള അവാർഡുകൾ ഇന്നിവിടെ നമ്മുടെ ക്യാമ്പസ് ഈ പരിപാടിയിൽ തന്നെ നമ്മുടെ മുഖ്യാതിഥികൾ വിതരണം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാരിറ്റി മുഖം, നമുക്കറിയാം നമ്മുടെ ഒരു സഹോദരൻ നമ്മുടെ പ്രദേശത്തുള്ള വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കിഡ്നി പ്രവർത്തനരഹിതമാവുകയും അദ്ദേഹത്തിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ റഹീം സാഹിബിൻ്റെയും 2 റഹീം സാഹിബുകളാണ് അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ മലബാറിലെ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച ഒരു സംഖ്യ, അത് നമ്മുടെ വിദ്യാർത്ഥികളുടെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഏറ്റവും അടിത്തറയിൽ നിന്നുണ്ടായ ഒരു വലിയ സംഖ്യയായി നമുക്കതിനെ കാണാം. അത് ഇന്ന് അതിന്റെ കമ്മിറ്റി ഭാരവാഹികളെ നമ്മുടെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ ഇന്നിവിടെ വിതരണം ചെയ്യാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പറപ്പൂരിലെ പാലിയേറ്റീവ് പ്രവർത്തനം വളരെ മാതൃകാപരമാണ്. അഹമ്മദ് മാഷ നേതൃത്വത്തിൽ ജീവിതം മുഴുവൻ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ടാണ് രാവും പകലും 24 മണിക്കൂറും വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് പറപ്പൂരിലെ പാലിയേറ്റീവ് ഇന്ത്യക്കകത്തും പുറത്തും ശ്രദ്ധ പിടിച്ചു പറ്റിയത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡയാലിസ് രോഗികളുള്ള ഒരു കാലമാണ് നമ്മുടെ നാട്. പ്രത്യേകിച്ച് പറപ്പൂർ പഞ്ചായത്തിലും സർവേ നടത്തിയപ്പോൾ
വളരെ മുന്നിലാണ്. ഈ വർഷം തന്നെ സ്വന്തമായ ഡയാലിസിസ് സെന്റർ യൂണിറ്റ് പോലും പറപ്പൂരിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. കഴിഞ്ഞ വർഷവും നമ്മുടെ സ്കൂളിൽ നിന്ന് നല്ലൊരു സംഖ്യ അതിനു വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികൾ അതിനു വേണ്ടി സ്വരൂപിക്കുകയുണ്ടായി. അപ്പൊ ഈ വർഷവും സ്വരൂപിച്ച അതിൻ്റെ തുക ഏൽപ്പിക്കൽ കൂടി ഈ ചടങ്ങിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ആർട്സ് ഡേന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ഡൽഹി സർവകലാശാലയിൽ നിന്ന് റാങ്കോട് കൂടി പാസ്സായ അഹമ്മദ് ഷാജു എന്ന ചീഫ് ഗസ്റ്റാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി തലത്തിലും ഹൈസ്കൂൾ തലത്തിലും 5ാം ക്ലാസ് മുതൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ അഭിരുചി മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഏത് മേഖലയിലേക്കാണ് തിരിച്ചുവിടേണ്ടത് എന്നുള്ള ഒരു പ്രൊജക്റ്റ് കൂടി നമ്മുടെ ഡോപ്പയുടെ നേതൃത്വത്തിൽ അതും കൂടി ഇന്നിവിടെ ലോഞ്ചിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുകയല്ല. അപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ ബിടെക്കിന് പഠിക്കുന്ന ബിടെക് കഴിഞ്ഞ അവസാന വർഷ വിദ്യാർത്ഥികളായ 2 വിദ്യാർത്ഥികൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ലാബ് സന്ദർശിക്കുകയുണ്ടായി. അവർ AI കോഴ്സ് കഴിഞ്ഞാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിൻ്റെ ഫൈനൽ ഇയറിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ലാബ് സന്ദർശിച്ച് ഉമർ അബ്ദുസലാം സാഹിബ് ഉണ്ടാക്കിയ അതിൻ്റെ സിലബസുകൾ 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള സിലബസുകൾ അവർ ഒന്ന് ഓടിച്ചു നോക്കുകയുണ്ടായി. ഞാനത് കഴിഞ്ഞതിന് ശേഷം അവരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് നമ്മുടെ AI സിലബസും AI ലാബും? അവർ പറഞ്ഞത്, ഇവിടെ 4ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് കൊടുക്കുന്ന സിലബസാണ് ഞങ്ങൾ ബിടെക്കിന് സേലം കോളേജിൽ നിന്ന് ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നത്. അപ്പോൾ മലബാറും ഇന്റർനാഷണൽ വിദ്യാഭ്യാസവും എങ്ങനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അതിന് പ്രാപ്തരായ രൂപത്തിലുള്ള പഠനമാണ് ഈ മലബാർ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് ഒരു കോമ്പറ്റീറ്റീവ് യുഗമാണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 140 കോടി ജനങ്ങളായി ചൈനയെ പോലും കടത്തിവെട്ടി നമ്മുടെ രാജ്യം മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ രാജ്യത്ത് ഇത്രയും കൂടുതൽ മാൻപവർ ലോകത്ത് സംഭാവന ചെയ്യാൻ സാധിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഇതിൻ്റെ ഇടയിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നിലെത്താൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമായി മാറിയ നമ്മുടെ ഉമർ അബ്ദുസലാം ഇന്ന് സൗദിയിലേക്ക് വൈകുന്നേരം യാത്ര തിരിക്കുകയാണ്. അപ്പൊ ലോകത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ലോകത്ത്, ചാറ്റ്ജിപിടിയുടെ ലോകത്ത്, ഗൂഗിളിന്റെയും ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാം ഒക്കെ ലോകത്തിന്റെ വിദ്യാഭ്യാസം കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ അതേപോലെ മറ്റു രാജ്യങ്ങളിൽ പോലും നമ്മുടെ മലയാളിക്ക് അവരുടേതായ കയ്യൊപ്പുകൾ ചാർത്താൻ സാധിച്ച വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അപ്പൊ മലബാറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതിന്റെ മുഴുവൻ ഗുണങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ വെറും കേവലം സിലബസിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയല്ല. സ്പോർട്സിലാണെങ്കിലും ആർട്സിലാണെങ്കിലും മറ്റ് ആക്ടിവിറ്റികളിലൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടേതായ വ്യക്തിത്വം ഇന്നത്തെ കാലഘട്ടത്തിന്റെ മുന്നിൽ നടക്കാൻ കാലത്തിന്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് മലബാറിലുള്ളത് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമുകളൊക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രൂപത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ നിലവാരങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള വളരെ പ്ലാനിങ്ങോട് കൂടിയുള്ള അധ്യാപകരുടെയും പ്രിൻസിപ്പലിന്റെയും നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ ശ്രമങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡോപ്പ നമ്മുടെ മലബാറിന്റെ ചരിത്രം തിരുത്തി കുറിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് മാർക്ക് വാങ്ങി +2 പാസ്സായാൽ വിദേശത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി MBBS എടുക്കാമെന്നുള്ളൊരു താല്പര്യത്തിലായിരുന്നു നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ പോളിസി, എല്ലാവരും ഡോക്ടർ ആവണ്ട, എല്ലാവരും എഞ്ചിനീയർ ആവണ്ട, നന്നായി പഠിക്കുന്ന നല്ല കഴിവുള്ളവർക്ക് മാത്രമാണ് അവസരങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അപ്പൊ പുറത്തുപോയി MBBS കൊണ്ടുവന്നാൽ പോലും നമ്മുടെ നാട്ടിൽ ചികിത്സിക്കാനോ നമ്മുടെ ആശുപത്രികളിൽ പോയി പരിചരിക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കോച്ചിങ് സെന്ററുകളിൽ നിന്ന് പഠിച്ച് നമ്മുടെ എയിംസ് അടക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ചികിത്സിച്ച് നല്ല ഡോക്ടർമാരാക്കി മാറ്റണമെങ്കിൽ ഇത്തരം ഒരു വളരെ
വിദഗ്ധമായ കോച്ചിങ്ങുടെ നേതൃത്വത്തിൽ മാത്രമാണ് നല്ലൊരു റാങ്കിങ്ങോട് കൂടി നമുക്ക് പഠിക്കാൻ സാധിക്കും. ആർട്ടിഫിഷ്യൽ മേഖല നമ്മുടെ ആരോഗ്യ രംഗത്ത് പോലും കടന്നുകൂടിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് റോബോട്ടിക്കുകളാണ് ശാസ്ത്രക്രിയകൾ പോലും നടത്തുന്നത്. അതിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻ രാഷ്ട്രപതി, നമുക്കൊക്കെ അറിയാം, APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹമാണ് ആദ്യമായി ബൈപ്പാസ് ശാസ്ത്രക്രിയ ആർട്ടിഫിഷ്യലിന്റെ നേതൃത്വത്തിൽ ചെയ്യാമെന്ന് സാധിച്ചത്. നേരത്തെ ഒരു ഹാർട്ട് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള, വളരെ എക്സ്പെൻസീവ് ഉള്ള, വളരെ സമയം പിടിക്കുന്ന ചികിത്സകളായിരുന്നു. ഇന്ന് സ്കെഡ് കൊണ്ട് ആർട്ടിഫിഷ്യലിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധമായ ചികിത്സകൾ നമ്മുടെ നാട്ടിൽ സാധിക്കുമെന്ന് തെളിയിച്ചത് നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ സംഭാവനകളാണ്. അദ്ദേഹം വെറും ഒരു ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ റിസർച്ചുകൾ, അദ്ദേഹത്തിന്റെ ബുദ്ധി, അദ്ദേഹം ഒരു സാധാരണക്കാരായി ജീവിച്ചുകൊണ്ട് ഇന്ത്യയുടെ ശാസ്ത്ര ലോകത്തേക്ക്, ഇന്ത്യ എന്ന ലോകത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ദൃഷ്ടിയോടുകൂടിയുള്ള കാഴ്ചപ്പാടുകളാണ്. അദ്ദേഹം വെറും ഡോക്ടർമാർക്ക് മാത്രമല്ല, നമ്മുടെ കടലിൽ പോകുന്ന മുക്കുവർക്ക് പോലും എവിടെയാണ് ഏറ്റവും കൂടുതൽ മീനുള്ളത് എന്നുപോലും ശാസ്ത്ര സാങ്കേതിക രംഗത്തിന്റെ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായി സാറ്റലൈറ്റിന്റെ സഹായത്തോടു കൂടി കടലിലേക്ക് റിസർച്ച് നടത്തിക്കൊണ്ട് ഇന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മീനുള്ളതെന്ന് കണ്ട് മുക്കുവർക്ക് പോലും അതിന് ദിശാബോധം നൽകാൻ പോലും നമ്മുടെ ശാസ്ത്രത്തിന്റെ വളർച്ച ഉപകാരപ്പെട്ടു എന്നുള്ളത് നമ്മുടെയൊക്കെ അഭിമാനമാണ്. അപ്പൊ ആർട്ടിഫിഷ്യല് എല്ലാ മേഖലയിലും മനുഷ്യന്മാർ ചെയ്യുന്ന ജോലികൾ യന്ത്രത്തിന്റെയും അതേപോലെ തന്നെ സഹായത്താൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു പോകുന്ന ഒരു കാലത്ത് ഇത്തരം വിദ്യാഭ്യാസങ്ങൾ, നൂതനമായ ആശയങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട്, അപ്പൊ അത്തരം പരിപാടികളാണ് മലബാർ ഇന്റർനാഷണൽ സ്കൂൾ കാലത്തിന്റെ മുന്നിൽ നടക്കാൻ, നമ്മുടെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മളെ സഹകരിക്കാൻ തയ്യാറായ ഡോപ്പ ടീമിനെയും മുഴുവൻ അഭിനന്ദിച്ചുകൊണ്ടും, അതോടൊപ്പം തന്നെ നമുക്ക് ചരിത്ര വിജയം സമ്മാനിച്ച നമ്മുടെ മുഖ്യാതിഥിയായി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഉമർ അബ്ദുസലാം സാഹിബിനെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.